വിജയ് സോറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ആരോ മീൻ പിടിക്കുന്നുണ്ട്. അപ്പത്തേക്കും കണ്ടിട്ട് ഭയങ്കര കൊര. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ ഡിസ്റ്റർബൻസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ എന്തെങ്കിലും കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കാരണം റേഞ്ച് എനിക്ക് വീടിന്റെ ഉള്ളിൽ വരുമ്പോഴത്തേക്കും മിക്കവാറും രാത്രി വരുമ്പോഴത്തേനും റേഞ്ച് കുറവാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടുകൊണ്ട് ഒന്ന് പറയണം. അതുകൊണ്ട് ഞാൻ സാധാരണ ഔട്ട് സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ എനിക്ക് ആൾക്കാരോ പുറത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പൊ മീൻ പിടിക്കുവാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ മീനച്ചിലാറിന് ഏകദേശം അടുത്തായിട്ടാണ് താമസിക്കുന്നത്. ഓക്കെ. വിജയുടെ വീട് എവിടെയായിരുന്നു? എറണാകുളം കോലഞ്ചേരി. കോലഞ്ചേരി അല്ലെ? ഓക്കെ. ഞാന് ഇവിടെയാണ്, മീനച്ചിലാറിന് തീരത്താണ് ഞങ്ങളുടെ വീട്. അപ്പൊ ഇച്ചിരി റോഡിലേക്ക് ഇപ്പൊ ഇച്ചിരി വെള്ളം കയറിയിട്ടുണ്ട്. അപ്പം ഇച്ചിരി മീനൊക്കെ കയറുന്ന, അപ്പൊ ആൾക്കാർ അതിനു വേണ്ടിയുള്ള ഇതാണ്. അപ്പൊ അതാണ്, സോറി കേട്ടോ. ഓക്കെ. അപ്പം ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം നമ്മൾ പറഞ്ഞു. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സൂപ്പർവൈസ്ഡ് ലേണിംഗും അൺസൂപ്പർവൈസ്ഡ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനകത്ത് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് നോക്കാൻ പറ്റും. നമുക്ക് അതിന്റെ എല്ലാ കൺട്രോളും നമ്മുടെ കയ്യിലുണ്ട്. അതായത് നമ്മളുടെ ഒരു എന്തായിരിക്കും ഇൻപുട്ട്, എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് നമുക്കറിയാം. എന്നിട്ട് അതിനെ ഫിഗർ ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇതാണ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ഈസ് എ ടൈപ്പ് ഓഫ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് that uses the training data to figure out the categories of new observation. The method is used to figure out what kind of a thing a new observation. Classification is process by which a computer program learns from a set of data or observation and then sort a new observation into a different classes or groups. അപ്പൊ നമ്മൾ പറഞ്ഞ ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടും ഡിഫറെന്റ് ക്ലാസ്സസും ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ട് തരംതിരിക്കുകയാണ്. എസ് ഓർ നോ, 0 and 1, സ്പാം ഓർ നോട്ട് സ്പാം, ക്യാറ്റ് ഓർ ഡോഗ്. അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് 2 ഒബ്ജക്ഷൻ ഉണ്ടായിരിക്കാം. അപ്പൊ എസ് ആയിരിക്കും, നോ ആയിരിക്കും, അങ്ങനത്തെ രീതിയിൽ. അപ്പം ആൻഡ് സോ ആർ ഓൾ ഗുഡ് എക്സാമ്പിൾസ്. ക്ലാസ്സസ് ആർ ദ. അതപ്പോ നമുക്ക് അതിനെ ഓരോന്നിനെ ഓരോ ബേസ് ചെയ്ത് അതിന്റെ കാറ്റഗറീസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. Classes are the same thing that have different names like a categories, object and labels. In classification, the output variable is not a value, a category. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ നമ്മുടെ ഔട്ട്പുട്ട് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ആയിരിക്കും, കാറ്റഗറി ആയിരിക്കും. സച്ച് ആസ് ഗ്രീൻ ഓർ ബ്ലൂ, fruit or animal. This is a different from regression. നമ്മൾ ഇന്നലെ regression പഠിച്ചു. Where the output variable is a value since the classification. അപ്പം അതിന്റെ അതാണെങ്കിൽ ഔട്ട്പുട്ട് വേരിയബിൾ ഒരു വാല്യൂ ആയിരിക്കും. Since the classification method is a supervised learning method, it needs data that have been labeled in order to work. This means that the implementation of the algorithm includes both the input and the output that we go with it. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയാം, this means that the implementation of the algorithms includes both the input and output. ഞാൻ പറഞ്ഞു സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമുക്ക് അതിന്റെ അകത്ത് രണ്ടും നമ്മുടെ കയ്യിൽ വേണം. ഇൻപുട്ട് എന്തായിരിക്കും, ഔട്ട്പുട്ട് എന്തായിരിക്കും. As the name suggests, classification algorithm do the job of predicting a label or putting a variable into a category. For example, classifying something as socks or shoes. From our last example, classification predictive algorithm is used every day in the spam letter in email. It looks for features that help decide if an email is spam or not a spam. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് സ്പാം ആണോ നോട്ട് സ്പാം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. Primary objective of the classification algorithm is to determine the category of data set that being proved, and these algorithms are primarily utilized to forecast the output or a data that is categorized in nature. A discrete output function denoted by y, it mapped to an output variable denoted by x in a classification process. Therefore, y equal to function of x, where y denotes the categorical output. The best example of ML classification is a email spam detector.
പിന്നെ ഇതിനകത്ത് ഒരു ഡയഗ്രാം ആണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ക്ലാസിഫിക്കേഷൻസ്. അപ്പൊ ദ ഡയഗ്രാം ദാറ്റ് ഫോളോസ് ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ നമുക്ക് ക്ലാസിഫിക്കേഷന്റെ ഒരു കേസിൽ ബെറ്റർ ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഇതിനകത്ത് നോക്കിയാൽ മതി, രണ്ട് രീതിയിലുള്ള ഒരു ക്ലാസ് ഉണ്ട്, ക്ലാസ് എയും ക്ലാസ് ബിയും. ക്ലാസ് എ നോക്കിയാൽ മതി, നമ്മൾ ബ്ലൂ കളറിൽ ഓരോ ഡോട്ടാണ്. മറ്റേതിനകത്താണ് വരുന്നെങ്കിൽ ട്രയാങ്കിൾ ദ ക്ലാസ് ഷെയർ ദ ക്യാരക്ടർ ദാറ്റ് ഡിസ്റ്റിങ്വിഷ് ദം ഫ്രം അവർ അതർ ക്ലാസ്സസ് ബട്ട് ഓൾസോ ഡിസ്റ്റിങ്വിഷ് ദം ഫ്രം അനദർ ക്ലാസ്. ഇനി നമ്മൾ ഇതിനകത്ത് രണ്ട് രീതിയിലുണ്ട്, ചൂസ് സൂപ്പർവൈസ്ഡ് ലേണിംഗും ചൂസ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗും. ഇഫ് യു നീഡ് ടു ട്രെയിൻ എ മോഡൽ ടു മേക്ക് എ prediction, for instance the future value of a continuous variable such as a stock price, use a regression technique and use classification technique in a situation such as identifying make of cars from webcam video footage or identifying trans from an email etc. ഇത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഒരു കാറിന്റെ ഒരു പാസേജ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഫൂട്ടേജും സംഭവങ്ങളും എല്ലാം നോക്കിയിട്ട് അതിന്റെ ക്യാമറ വളരെയധികം ചെക്ക് ചെയ്തതിനു ശേഷമായിരിക്കും എടുക്കുന്നത്. ചൂസ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇഫ് യു നീഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് യുവർ ഡേറ്റ ആൻഡ് വാണ്ട് ടു ട്രെയിൻ എ മോഡൽ ടു ഫൈൻഡ് എ decent internal representations such as dividing the data into clusters. This type of learning allows for more freedom in exploring and representing the data. നമ്മുടെ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞതാണ്, മോളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇതുണ്ട്. ഇതിപ്പം ക്ലാസ് എയും ക്ലാസ് ബിയും എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പൊ ഇതിനകത്ത് ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് വളരെ സിമിലർ ആയിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് സിമിലർ ആയിട്ടുള്ള ഡേറ്റയാണ് ക്ലാസ് എയിൽ വന്നിരിക്കുന്നത്, ക്ലാസ് ബിയിൽ. അതായത് ഒരേ തരത്തിലുള്ള ഒരു ക്ലസ്റ്റർ, ഒരു കൂട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ക്ലസ്റ്റർ ആയിട്ട് കിടക്കുന്നു. അപ്പൊ നമ്മളൊരു ക്ലാസിഫിക്കേഷന്റെ കേസിൽ സിമിലർ ക്ലാസ് എ എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ ആണ് ക്ലാസ് ബി എന്ന് പറയുന്നത്. അതായത് അതിന്റെ എല്ലാത്തിന്റെ ഒരു കൂട്ടമായിട്ട് വരുന്നു എന്നുള്ളതാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ക്യാൻ ബി further divided into mainly two categories, linear model and non-linear models, which includes the Bayesian algorithms. അതായത് രണ്ട് രീതിയിൽ നമ്മൾ ഇതിനെ ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. രണ്ട് രീതിയിലാണ്, ലീനിയർ മോഡൽസും നോൺ ലീനിയർ മോഡൽസും. അത് ലീനിയർ മോഡൽസ് ഇൻവോൾവ്സ് ലോജിസ്റ്റിക് റിഗ്രഷൻ സപ്പോർട്ട് വെക്റ്റർ മെഷീൻസ്. നോൺ ലീനിയർ മോഡൽസ് ഇൻവോൾവ്സ് the k-nearest neighbors, kernel SVM, naive Bayes decision tree classification, random forest classification. ഇനി അതൊക്കെയാണ് താഴോട്ട് വരുന്നത്. In order to build a classification model, following steps are to be followed. അതായത് ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് ചോദിക്കുന്നതാണ്, അതുകൊണ്ട് അതിനകത്താണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഒരു പിക്ചർ വെച്ചിട്ട് കാണിച്ച് വേണം നമ്മൾ പറയാന്. ഓക്കെ, അതിനകത്ത് വിജയ് ഉണ്ടായിരുന്നു, വിജയ് പോയോ? In order to build a classification model, following steps are to be followed. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, അർച്ചനയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? ഹലോ അർച്ചന. ഹലോ അർച്ചന ഡിഗ്രി ഏതായിരുന്നു പഠിച്ചിരുന്നേ? BC ആയിരുന്നു മിസ്സേ. BC ആയിരുന്നു. ഓക്കെ, അതായത് ഏത് യൂണിവേഴ്സിറ്റിയുടെ എടുത്തിരുന്നേ? MG യൂണിവേഴ്സിറ്റി. MG യൂണിവേഴ്സിറ്റി. ഓക്കെ, എവിടെയാ പഠിച്ചേ? BVM ഹോളി ക്രോസ് ചേർപ്പുങ്കൽ. BVM ഹോളി ക്രോസ് ചേർപ്പുങ്കൽ. ഈ റീസെന്റ് പഠിച്ചാണോ? എത്ര നാളായി പഠിച്ചിട്ട്? അർച്ചന കേൾക്കുന്നില്ലേ? ഓക്കെ, എന്തോ എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നോ മിസ്സേ? എന്റെ നെറ്റ്വർക്ക് ഇവിടെ മഴയാണ്, അത് കാരണം നെറ്റ്വർക്ക് പോകുന്നത്. ഓക്കെ ഓക്കെ. അല്ല, അർച്ചനയുടെ വീട് എവിടെയായിരുന്നു? എന്റെ കോട്ടയം. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുക. ഓക്കെ, മണർകാട്. മണർകാട്. ഓക്കെ, എവിടെയായിരുന്നു? പിന്നെ ചോദിക്കാം, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുക, IBM. ഓക്കെ ഓക്കെ.
അപ്പം നമുക്ക് ഇതിനകത്ത് രണ്ട് രീതിയിലുണ്ട്. ലീനിയർ മോഡൽസ് ഉണ്ട്, നോൺ ലീനിയർ മോഡൽസ് ഉണ്ട്. ഇൻ ഓർഡർ ടു ബിൽഡ് എ ക്ലാസിഫിക്കേഷൻ മോഡൽ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ടു ബി ഫോളോഡ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ദ ക്ലാസിഫയർ ദാറ്റ് വിൽ ബി വിത്ത് യൂട്ടിലൈസ്ഡ് ഫ്രം സ്ക്രാച്ച്. അപ്പം അർച്ചനയുടെ കേസിൽ അറിയാം, നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് പാർട്ടിലല്ലേ വർക്ക് ചെയ്യുന്നത് അർച്ചന? അതെ അതെ, പ്രോഗ്രാമിംഗ് ഡെവലപ്മെന്റ് ആണ്. അപ്പം അറിയാലോ, ഏതെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ആദ്യം അതിനെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ അതിനെല്ലാം ഒരു അൽഗോരിതം സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. സ്റ്റാർട്ട് ദ ക്ലാസിഫയർ ദാറ്റ് വിൽ ബി യൂട്ടിലൈസ്ഡ് ഫ്രം സ്ക്രാച്ച്. ട്രെയിൻ ദ ക്ലാസിഫയർ in order to fit the model. All classifiers in use a function called a fit xy to do. This method takes as input the trained data x and the trained label y. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ആണെങ്കിലും ഒരു ഇത് ചെയ്യുമ്പോൾ ട്രെയിൻ ദ ക്ലാസിഫയർ ഇൻ ഓർഡർ ടു ഫിറ്റ് ദ മോഡൽ ട്രെയിനിങ്. അതായത് നമ്മൾ തന്നിരിക്കുന്ന മോഡലിൽ ട്രെയിനിങ് ചെയ്യുന്ന ഓൾ ക്ലാസിഫയേഴ്സ് ലേൺ യൂസ് എ ഫംഗ്ഷൻ കോൾഡ് ഫിറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് നോക്കുന്നത്. ഇനി അടുത്ത predict the target. Give an observation x that is not labeled. The predict s function return the label that was predicted for the observations. എന്താണ് നമ്മൾ അതിനകത്ത് നിന്ന് predict ചെയ്യുന്നതിനുള്ള observations. Conduct an analysis of the classification model. ഇനി ഇവാലുവേറ്റിംഗിലെ ക്ലാസിഫിക്കേഷൻ മോഡൽ നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Now that we have a classification model, let's learn how to evaluate it. After we have finished developing our model, we need to assess how well it works, regardless of whether it is a regression or a classification model. The following are some of the methods that can be used to evaluate a classification model. എങ്ങനെയായിരിക്കും evaluate ചെയ്യുന്നതെന്നുള്ളതാണ്. Log loss or a cross entropy loss. It used a measure how well a classifier work, which gives a probably values between them. അതെങ്ങനെയായിരിക്കും ഇതിനെ ഒരു ക്ലാസിഫിക്കേഷൻ മോഡലിനെ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ വാല്യൂ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഒരു ലോഗ് ലോസ് ഓർ ക്രോസ് എൻട്രോപ്പി ലോസ് എന്ന് പറയുമ്പോഴത്തേന് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഹൗ വെൽ എ ക്ലാസിഫയർ വിച്ച് യൂസ് എ പ്രോബബിളി വാല്യൂസ്. അതിന്റെ വാല്യൂസ് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. The values of log should be close to 0 for a good binary classification model. If the predicted value is different from the actual value, the value of log loss goes up. The model is more accurate when the log loss is lower. For binary classification, the cross entropy is calculated by taking the actual output y and the expected output b. The formula for cross entropy is shown below. അതിനുവേണ്ടി തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി കൺഫ്യൂഷൻ മെട്രിക്സ്. The confusion matrix tells us how well the model works and gives us a matrix or a table as an output. അപ്പൊ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്ന, അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നൊക്കെയുള്ളതായിരിക്കും തിരിക്കുന്നത്. കൺഫ്യൂഷൻ മെട്രിക്സ് ടെൽസ് how well the model works and give us a matrix or a label as a output. Sometimes this kind of structure is called a error matrix. അപ്പൊ അതിന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ മെട്രിക്സ് എന്നായിരിക്കും പറയുന്നത്. Either confusion matrix tells how well the model works and give us a matrix or a table as an output. Sometimes the kind of structure is called the error matrix. The matrix is a summary of the result of the prediction. Matrix എന്ന് പറയുന്ന അതിന്റെ ഒരു എല്ലാത്തിനെയും കൂടെ ഒരു നമ്മൾ എന്താണോ ചെയ്തിരിക്കുന്നത് അതിന്റെ റിസൾട്ട് ആയിരിക്കും. It shows how many predictions were right and how many were wrong. അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Matrix look like as a ടേബിൾ, ഒരു ടേബിൾ മാതിരി ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മളവിടെ പ്രഡിക്റ്റീവ് ക്ലാസ് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻപുട്ടോ ഔട്ട്പുട്ടോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തായിരിക്കും ആക്ച്വൽ ക്ലാസ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ട്രൂ പോസിറ്റീവ് ഫോൾസ് നെഗറ്റീവ് അതിന്റെ സെൻസിറ്റിവിറ്റി പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ സെൻസിറ്റിവിറ്റി TP പ്ലസ് FN. അതിൽ ഇതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും കൂടെ കൂട്ടിക്കുന്ന നെഗറ്റീവ് ഫോൾസ് F1 type 1 error,
ട്രൂ നെഗറ്റീവ് ചെയ്യണം. അപ്പൊ അതിന്റെയും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പ്രിസിഷൻ, നെഗറ്റീവ്, പ്രൊഡക്റ്റീവ് വാല്യൂസ്, അക്യുറസി തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം. AUC or ROC curve. The letters AUC and ROC stand for. അത് ചോദിക്കുന്നത് what is AUC and what is ROC. AUC എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ curve and ROC എന്ന് പറഞ്ഞാൽ റിസീവ് ഓപ്പറേറ്റിംഗ് curve. അതാണ് ROCയും സാധനം ചോദിക്കുന്നത്. This graph shows how well the classification model works at several different thresholds. We use AUC ROC curve to see how well the multi-class classification model is doing. TPR, true positive rate. ഇതിന്റെ കേസിലെ സാധാരണ എക്സാം AUC ROC, what is the full name of the AUC and ROC TPR ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. TPR, true positive rate, and FPR, false positive rate, are used to plot the ROC curve with TPR on the y-axis and FPR on the x-axis. സോറി, നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് കട്ടായി പോകുന്നതാണ്. കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം മിസ്സേ, കേൾക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ TPR എന്ന് പറഞ്ഞാൽ ട്രൂ റേറ്റ് ആൻഡ് FPR, false positive rate, are used to plot the ROC curve with TPR on the y-axis and FPR എന്ന് പറഞ്ഞാല് അതായത് പോസിറ്റീവ് ആയിട്ടുള്ളത് ഇതിന്റെ അകത്ത് ട്രൂ പോസിറ്റീവ് റേറ്റും ഉണ്ട്, ഫോൾ പോസിറ്റീവ് റേറ്റും ഉണ്ട്. നമ്മൾ ഇതിന്റെ അകത്ത് കർവിന്റെ അകത്ത് പ്ലോട്ട് ചെയ്യുമ്പോൾ അപ്പം TPR എന്ന് പറയുന്നത് y-ആക്സിസിലും FPR എന്ന് പറയുന്നത് x-ആക്സിലും ആയിരിക്കുന്ന. ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ഹാവ് several applications. Following are the most popular applications. ഇത് സാധാരണ ചോദിക്കുന്നതാണ്. ക്ലാസിഫിക്കേഷൻ
ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസിന്റെ ആപ്ലിക്കേഷൻസ് സാധാരണ ചോദിക്കുന്നതാണ്, എന്തിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അതിന്റെ ഡിറ്റക്ടിങ് ഇമെയിൽസ് ആർ റെക്കഗ്നൈസിങ് സ്പീച്ച്, ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ ട്യൂമർ സെൽസ്, ക്ലാസിഫൈങ് ഡ്രഗ്സ്, ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ എക്സെട്ര. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ്. ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതൊന്ന് നന്നായിട്ട് നോട്ടിക്കുന്നു, സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. നെയ്വ് ബേസ്ഡ്, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലാസിഫിക്കേഷൻസ്. നമ്മൾ പറഞ്ഞു, മുമ്പത്തെ ഒരു കേസ് നമ്മൾ പറഞ്ഞു, പല രീതിയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൽഗോരിതംസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോരോ പാറ്റേൺ ബേസിലും ക്ലാസിഫൈ ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞ കേസിൽ നമ്മൾ മുമ്പത്തെ ഒരു കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാറ്റേൺ, അതായത് നമ്മൾ ചിലതിന്റെ ഡേറ്റ വന്നിരിക്കുന്നത് സർക്കിളിലാണ് അല്ലെങ്കിൽ ട്രയാങ്കിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തൊട്ട് മുമ്പ് ഒരു ക്ലാസ് എ ക്ലാസ് ബി എന്ന് പറഞ്ഞുള്ള ഇത് കാണിച്ചു തരുന്നു. അപ്പൊ ഇവിടുത്തെ കേസിൽ വരുമ്പോഴത്തേന് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലാസിഫിക്കേഷൻ which estimate likelihood that a particular sample belongs to a particular group given to the sample. The Bayes theorem provides the foundation for it. When used to a big database, the Bayesian classification demonstrates both improved accuracy and increased speed. അതിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അതിന്റെ അക്യുറസിയും ഇതെല്ലാം സ്പീഡും ഒക്കെ കൂടുന്നത്. ഇൻ ദിസ് സെഷൻ വി വിൽ ടോക്ക് അബൌട്ട് ദ മോസ്റ്റ് ബേസിക് കൈൻഡ്സ് ഓഫ് ബേസിക് കാറ്റഗറൈസേഷൻ ആണ് നമ്മളോട് ഇതിനകത്ത് മെയിൻ ആയിട്ടും പറയുന്നത്. The effective of a given attribute value of a certain class is unaffected by the values of the other attributes that both are independent. In one of the fundamental underlying assumption that underpin the native of Bayesian classification, which is the simplest form of Bayesian classification. Class conditional independence is another name of the basic assumptions. Either conditional independence is the another name for the basic assumption. Let us go into the greater depth about the native Bayesian classification, shall we? But before we get into that, let us take a moment, define the fundamental theorem that underpins the classification, that the Bayesian theorem. From Bayesian theorem എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? Bayesian theorem. In order to understand this theorem, firstly let's understand the meaning of the following symbols and assumptions. അതായത് നമ്മൾ ആദ്യം ഇതിനകത്തെ ഈ സിമ്പിൾസും മീനിങ്സും എന്നാണെന്ന് പഠിക്കുന്നത്. ബേസിയൻ തിയറം സാധാരണ ചോദിക്കുന്നതാണ്. ഇതിനകത്ത് പറയുന്നുണ്ട്, എസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഡേറ്റ സെറ്റ് ഹൂസ് ക്ലാസ് നീഡ് ടു ബി ഡിറ്റർമിൻഡ്. എസ് എന്ന് പറയുന്നത് ഡേറ്റ സെറ്റ് ആയിരിക്കും. എസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡേറ്റ സെറ്റ് ആയിരിക്കും whose class need to be determined. H refers to a hypothesis which state the data sample X falls into the class CM. Either H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to the hypothesis which states that the data sample X falls into the class CM. അപ്പം അടുത്ത വന്നിരിക്കുന്ന P of H by X അതിന്റെ എന്തായിരിക്കും പറയുന്ന പ്രോബബിലിറ്റി that the data sample X belong to the class C is expressed by the formula probability of H by X, where H is the hypothesis and X is the data sample. അപ്പൊ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. The formula represent likelihood that the data sample X belongs to the class C. The likelihood that the condition H is true, the sample S is often referred to the posterior probability. The prior probability of the H condition is denoted by the notation P of H, probability of H, which is based on the training data. The prior probability. The posterior probability of H sample is denoted by the either നമ്മൾ അതിനകത്ത് ഒരു പോസ്റ്റീരിയർ ആയിട്ട് വരുന്ന ഒരു ഇതായിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും പ്രോബിലിറ്റി ഓഫ് എക്സ് ബൈ എച്ച് വിച്ച് അസ്യൂം ദാറ്റ് എച്ച് ഈസ് കറക്റ്റ്. ദ പ്രയർ പ്രോബിലിറ്റി ഓഫ് ദ സാമ്പിൾ എച്ച് ഈസ് denoted by the letter P of X. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻ ചെയ്ത് അപ്പൊ ബേസിയൻ തിയറം എന്താന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഈ സിമ്പിൾസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കാണുന്നതാണ്. അപ്പം നോട്ട് ദാറ്റ് ഫ്രം ദ ഡേറ്റ സാമ്പിൾ എക്സ് ആൻഡ് ഡേറ്റ യൂസ്ഡ് ഫോർ ട്രെയിനിങ് വി ഗെറ്റ് ദ പാരാമീറ്റേഴ്സ് പി ഓഫ് എക്സ്. നമ്മൾ ഇവിടെ പഠിച്ചു പി ഓഫ് എക്സ്, പി ഓഫ് എച്ച്, P of X by H, and where P of H by S is the only variable that
by itself may define the likelihood that its come to the probability power can be calculated. The purpose is by the Bayesian theory. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷനുകളെ നിങ്ങൾ പഠിച്ചു. ഇതാണ് മെയിൻ നമ്മളോട് ബേസിക് ചെയ്തത്. നമ്മളോട് മെയിൻ ആയിട്ട് അത്ര ഇതല്ല. ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കണം. അപ്പൊ നമ്മൾ അതിന്റെ സിന്തസിസും സംഭവം ചോദിക്കുന്നതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ കെ നിയറസ്റ്റ് നെയ്ബേഴ്സ് അപ്രോച്ച്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്താ അൽഗോരിതംസ് ഒരു പേപ്പർ ഉണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ ഏകദേശം ഒന്ന് പഠിക്കുന്നതാണ്. This approach places items in class which they are closest to the neighbor. They are closest to the. It must determine distance between an item and a class. It must determine the distance in an item and a classes are represented by centroid. Central classes എന്ന് പറയുമ്പോൾ centroid values ആയിരിക്കും. Algorithm that is used neighbors. We know the classification tags mark data into a predefined groups or classes. Gives data set. നമുക്ക് ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ സെറ്റ് നമ്മൾ equal to and the set of classes C equal to C1, C2, etc. Cn. The classification problem is defined mark F is to be employed where it is assigned to one class, that is it divided database or data set into the class specifically. അതായത് നമ്മൾ അതിന്റെ അകത്ത് എന്തായിരിക്കും ഇതെന്നുള്ളത് നമ്മളോട് പറഞ്ഞു തരണം. എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇവിടെ പറഞ്ഞു തന്നിരിക്കാൻ ചെയ്യുന്നത്. എ ഫ്യൂ വെരി എക്സാമ്പിൾസ് ടു ഓഫ് എ ഹൈറ്റ് ഓഫ് എ സെറ്റ് ഓഫ് പേഴ്സൺ ഇൻ ടു ദ ക്ലാസ്സസ് ടോൾ, മീഡിയം ഓർ ഷോർട്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് കെ നിയറസ്റ്റ് നെയ്ബേഴ്സിനകത്ത് നമ്മളോട് ഇവിടെ ഓരോന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും അതിനൊരു വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾ ഇതുപോലെ ഇത് തന്നെ എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ദ ബേസിക് അപ്രോച്ച് ടു ദ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ടു ക്രിയേറ്റ് എ സ്പെസിഫിക് മോഡൽ ബൈ ഇവാലുവേറ്റിംഗ് ട്രെയിനിങ് ഡേറ്റ which is basically the old data that has already been classified by using the domain of the expert knowledge. അപ്പൊ നമുക്ക് നേരത്തെ ഉള്ളൊരു ഡേറ്റ ആണെങ്കിൽ നമ്മളിപ്പം ഒരു മോഡൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമ്മൾ ആ ഡേറ്റയെ കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് അറിയാം, നമുക്ക് അതിനെക്കുറിച്ച് ഒരു എക്സ്പെർട്ട് നോളജ് ഉണ്ട്, തന്നിരിക്കുന്ന ഒരു ഡേറ്റ ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് that has already been classified by using the domain of experts knowledge. Now applying the model developed to the new data. നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ കുറിച്ചൊക്കെ നമുക്കറിയാമെങ്കിൽ നമുക്ക് അതിനെ വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. Please note that in classification the classes are pre-defined. അപ്പം ഇവിടുത്തെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ക്ലാസ്സസ് എല്ലാം നമ്മൾ pre-defined ആയിരിക്കും. ഇനി അടുത്തത് please note the classification. The classes are pre-defined. Some of the most common technique used for a classification may include the use of decision tree, KNN, etc. Most of these techniques are based on to finding the distance or uses statistical methods. The distance measure find the distance or a dissimilarity between the object. The measures that are used in these units are either Euclidean distance, Manhattan distance. അപ്പൊ യൂക്ലിഡിയൻ ഡിസ്റ്റൻസും മാൻഹാറ്റൻ ഡിസ്റ്റൻസിന്റെ ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. റൂട്ട് ഓഫ് സം ഓഫ് അതിന്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇതിനകത്ത് വരുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ യൂസിങ് ഡിസ്റ്റൻസ്, കെ നിയറസ്റ്റ് നെയ്ബേഴ്സ്, സം ഓഫ് ദ ബേസിക് പോയിന്റ്സ് ടു ബി നോട്ടഡ്. ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാണ്. ദ ട്രെയിനിങ് സെറ്റ് ഇൻക്ലൂഡ് ക്ലാസസ് along with other attributes. അതായത് ട്രെയിനിങ് സെറ്റ് ഇൻക്ലൂഡ് ക്ലാസസ് along with the other attributes. Please refer to training data given in the table given below. ഇതുണ്ടോ ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഡേറ്റാസ് നമുക്ക് നോക്കാം. The true values here define the number of near items.
items that has less distance to the attributes and should be used from the given set of training data. A new item is placed in the class in which the most number of close items are placed. അതായത് ഓരോന്നിന്റെ ഓരോ ഐറ്റവും പ്ലേസ് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിനോട് നോക്കി. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പം ഏതെങ്കിലും ഒരു ക്ലാസ് ആണെങ്കിൽ എടുക്കുന്നെങ്കിൽ നമ്മൾ അതിന്റെ അകത്ത് നിന്ന് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുകയും അങ്ങനത്തെ കാര്യം ചെയ്യുന്നത്. ദ വാല്യൂസ് കെ ഷുഡ് ബി എന്തായിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ ഇവിടെ തന്നിരിക്കുന്നത്. ഹവർ ഇൻ എക്സാമ്പിൾ ഫോർ ലിമിറ്റിംഗ് ദ സൈസ് ഓഫ് ദ സാമ്പിൾ ഡേറ്റ വി ഹാവ് നോട്ട് ഫോളോഡ് ദിസ് formulas. Consider the following data which tells the personal class depending upon gender and height. അപ്പം ജെൻഡറും ഹൈറ്റും വെച്ചിട്ട് നമ്മളൊരു ക്ലാസ്സിനെ ചെയ്യുന്നത്. അപ്പൊ ഒരു ക്ലാസ്സിലെ ഡേറ്റ എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ക്ലാസ്സിലെ ഒരു ഡേറ്റാസിനെ നമ്മൾ മെയിൻ ആയിട്ട് ജെൻഡറും ഹൈറ്റും വെച്ചിട്ട് നമ്മൾ ഇതിനെ ക്ലാസ്സും വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ സുനിത എന്ന് പറയുന്ന ഡേറ്റാണെങ്കിൽ നമ്മളത് പറയുന്നു അത് ഫീമെയിൽ ആണ്, അതിന്റെ ഹൈറ്റ് ഇത്രയായിരിക്കും. അതിന് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മുമ്പത്തേന്ന് പറഞ്ഞാൽ ഷോർട്ട്, മീഡിയം, ടോള്, ആ രീതിയിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് ഇവിടുത്തെ കേസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക് ആയിട്ടുള്ള ഡേറ്റാസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ഇതിനെ ഇതുപോലെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കാണിച്ചാൽ മതി ഇതിന്റെ അകത്ത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് തുടങ്ങി നമ്മുടെ ഡിസിഷൻ ട്രീസ് ആണ്. Give a data set D equal to T1, T2, etc. Tn, where T1, T2, etc. This is that is each tuple is represented by a attributes. Assume that the database schema contains a attributes. നമുക്കറിയാം ഡേറ്റാബേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടെന്ന് അറിയാം. നമുക്ക് ഡേറ്റാബേസിനകത്താണെങ്കിൽ നിങ്ങളെല്ലാം കുറെ പേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം അതിന്റെ ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എന്തൊരു ക്ലാസ് വരുന്നുണ്ട്, ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. Or a classification tree is a tree associated with the such data. എന്തായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. Each internal node is labeled with attribute. Each arc is labeled with a predicate which can be applied to the attribute at the parent node. Each leaf node is labeled with a class EJ. Basic decision trees are as follows. Building the tree by using the training data set or a database. അപ്പോൾ ഡിസിഷൻ ട്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു ട്രീ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാ സെറ്റ് ഇതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്ലൈങ് ദ ട്രീ ടു ദ ഡേറ്റാ സെറ്റ് ഓർ എ ഡേറ്റാബേസ്. അതായത് നമ്മൾ അതിലേക്ക് ന്യൂ ഡേറ്റാബേസ് ഡേറ്റാ സെറ്റ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അതായത് ഇവിടെ ഒരു ബിൽഡ് ചെയ്യുകയാണ് ട്രീയെ ഇത് ബൈ യൂസിങ് ആ ട്രെയിൻഡ് ഡേറ്റാ സെറ്റ് വെച്ചിട്ട്. ട്രെയിൻഡ് ഡേറ്റാ സെറ്റ് വെച്ച് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് പുതിയ ഡേറ്റാസ് കൊടുക്കാൻ പറ്റും. ഡിസിഷൻ ട്രീ ഇൻട്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് about the classification using the inductive approach. During this process, we create a decision tree from the trained data. The decision tree can be used for classifications. Making classification. To define this, we need to define the following. ഇതിനകത്ത് ഡിസിഷൻ ട്രീസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിൻഡ് ഡേറ്റാസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് let us assume that we are given probabilities P1, P2, etc. Okay, whose sum is 1. Let us also the term entropy, which is the measure of the amount of randomness or a surprise of uncertainty. Thus, our basic role in the classification process is that entropy for a classification should be 0. That if no surprise, then entropy is equal to 0. Entropy is defined as. അപ്പൊ ഇതിനകത്തൊരു ഇതില്ലാത്ത എൻട്രോപ്പി എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ID3 അൽഗോരിതംസ് ഫോർ എ ക്ലാസിഫിക്കേഷൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറെ ക്ലാസ്സിന്റെ ഇതുണ്ട്. സൂപ്പർവൈസ്ഡ് ലേണിംഗിലും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിലും നമുക്ക് കുറെ ക്ലാസിഫിക്കേഷനും സംഭവങ്ങളും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോന്നാണ്. അപ്പൊ ഇതിനകത്ത് അടുത്തെന്ന് പറഞ്ഞാൽ ID3 അൽഗോരിതം ഫോർ എ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് അൽഗോരിതം ക്രിയേറ്റ് എ ട്രീ
using the algorithms given below and it tries to reduce the expanded number of comparisons. Expanded number of comparisons. This algorithm creates a tree using the algorithm given below and it tries to reduce the expected number of comparisons. ID3 algorithm for creating decision tree from the given training data. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇൻപുട്ട് ദ ട്രെയിനിങ് ഡേറ്റ ആൻഡ് ദ അട്രിബ്യൂട്ട് ലിസ്റ്റ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഡിസിഷൻ ട്രീ. അപ്പൊ അതെന്തായിരിക്കും അതിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പോയിരിക്കുന്നത്. ഇത് സാധാരണ ചോദിച്ചു കഴിഞ്ഞാല് അൽഗോരിതംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു സിലബസിലൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും പറഞ്ഞിരിക്കുന്നത്. അപ്പം കുറെ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് പോവാന്നാണ്. പിന്നെ ഇത്രയും ഡീപ്പായിട്ടൊന്നും എക്സാമിന് വരുന്നില്ല. പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏകദേശം ഒരു ആദ്യത്തെ 5-6 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ എക്സാമിനായിട്ട് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് KNN അതൊക്കെയാണ് സാധാരണ ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പം ക്രിയേറ്റ് എ നോഡ് N. If all the sample data belong to the same class C, which means probably is 1, the return N and as a leaf node with the class C label. Near the return N as a leaf node if attribute list is empty and label it with the most common class with the training data. അതായത് മജോറിറ്റി വോട്ടിംഗ് എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മജോറിറ്റി ആയിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സെലക്ട് സ്പ്ലിറ്റ് ആട്രിബ്യൂട്ട്സ് എന്തായിരിക്കുന്നതാണ്? വിച്ച് ഈസ് ദ ആട്രിബ്യൂട്ട് ഇൻ ദ ആട്രിബ്യൂട്ട് ലിസ്റ്റ് വിത്ത് ദ ഹയസ്റ്റ് ഇൻഫർമേഷൻ ഗെയിൻ. അതായത് സ്പ്ലിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹയസ്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കും വരുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ലേബൽ നോഡ് എൻ വിത്ത് സ്പ്ലിറ്റ് ആട്രിബ്യൂട്ട്സ് ഫോർ ഈച്ച് നോൺ വാല്യൂ എ ഓർ സ്പ്ലിറ്റ് ആട്രിബ്യൂട്ട് പാർട്ടീഷൻ ദ സാമ്പിൾ. ക്രിയേറ്റ് എ ബ്രാഞ്ച് ഫ്രം നോഡ് എൻ ഫ്രം ദ കണ്ടീഷൻ സ്പ്ലിറ്റ് ആട്രിബ്യൂട്ട് എം. Now consider a partition and recursively create the decision tree. Let Si be the set of data from a training data that satisfy the conditions. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെറ്റ് SI ഈസ് ദ MD, then അതായത് അവിടെ ഒരു കണ്ടീഷൻ വെച്ച സെറ്റ് ഇതിന്റെ SI എന്ന് പറയുന്നത് MD ആണെങ്കിൽ എന്തായിരിക്കും? അറ്റാച്ച് ലീഫ് നോഡ് വിത്ത് ദ മോസ്റ്റ് കോമൺ ക്ലാസ് ഇൻ ദ പ്രയർ ഓഫ് ദ ട്രെയിനിങ് സെറ്റ്. എൽസ് ആണെങ്കിൽ എന്തായിരിക്കും? അതായത് MD അല്ല എന്നുണ്ടെങ്കിൽ അറ്റാച്ച് ദ നോഡ് റിട്ടേൺ ടു ആഫ്റ്റർ റിക്കർസീവ് കോൾ ടു ദ പ്രോഗ്രാം വിത്ത് ട്രെയിനിങ് ഡേറ്റ ആസ് SI ആൻഡ് ന്യൂ ആട്രിബ്യൂട്ട് ലിസ്റ്റ് പ്രസന്റ് ആട്രിബ്യൂട്ട് ലിസ്റ്റ് എൻഡ് ഓഫ് ദ അൽഗോരിതംസ്. അപ്പൊ ഈ രീതിയിലായിരിക്കും നമുക്കിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കുക. ദ അൽഗോരിതംസ് ഗിവൻ എബോവ്. ചൂസ് ദ സ്പ്ലിറ്റ് ആട്രിബ്യൂട്ട്സ് വിത്ത് ദ ഹയസ്റ്റ് ഇൻഫർമേഷൻ ഗെയിൻ ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻ ഇവിടെ കളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തോന്നിക്കാൻ മതി വേർ S എന്ന് പറയുന്നത് ന്യൂ സ്റ്റേറ്റ്, S ഈസ് എ ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ഈക്വൽ ടു set of D1, D2, etc. And H of D finds the amount of order to state consider the following data in the position attributes at as a class. അപ്പൊ അതിനകത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഏജ് പറഞ്ഞിട്ടുണ്ട്, സാലറി പറഞ്ഞിട്ടുണ്ട്, പൊസിഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ രീതിയിലാണ് പേഴ്സണൽ ആണ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ പേഴ്സണൽ ഓരോ ഇതിന്റെ ഏജ് എത്രയായിരിക്കും നിൽക്കുന്നത്. വി ആർ അപ്ലൈങ് ID3 അൽഗോരിതം ഓൺ ദ എബോവ് ഡേറ്റ സെറ്റ് ആറ്റ് ഫോളോ ദ ഇനീഷ്യൽ എൻട്രോപ്പി ഓഫ് ദ ഡേറ്റ സെറ്റ്. എങ്ങനെയായിരിക്കും നമ്മൾ അതിന് വേണ്ടിയുള്ള ഒരു ഇക്വേഷൻ പഠിച്ചു. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഒന്ന് നോക്കിയാൽ മതി ആ ഇക്വേഷൻസ് അതേപടി കിട്ടും. കാരണം ഇവിടെ പറഞ്ഞു തരാനുള്ള ഒരു സമയമില്ല. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന അതേ സംഭവമാണ്. അപ്പൊ അതൊന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പോലെ അടുത്തതും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു ഡിസിഷൻ ട്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നിൽക്കുന്നത്. അപ്പൊ നോക്കുക, ഡിസിഷൻ ട്രീ അതായത് നമ്മൾ ഒരു അസിസ്റ്റന്റ് ഒരാളെ ഏജ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ഇന്ന ഏജില്, അതായത് നമ്മളിപ്പോ ഒരു അടുത്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഏജിനെ ബേസ് ചെയ്തായിരിക്കും, ഏജും ഒരു ഇതായിരിക്കും ഒരു ഇതില് വർക്ക് ചെയ്യുമ്പം
ഒരു ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഏജ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഏജ് കുറഞ്ഞ ഒരാൾക്കാണ് വരുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും, സാലറി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അയാൾ കൂടുതലായിട്ടുള്ള ഡിഗ്രി പഠിച്ചിരിക്കും. അപ്പൊ ഇവിടുത്തെ ഒരു ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞാൽ ഏജ് നോക്കാണ്. അയാൾ 21 to 30 ആണെങ്കിൽ അയാൾ അസിസ്റ്റന്റ് ആയിരിക്കും. 31 to 40 അവിടെ നോക്കുവാണെങ്കിൽ സാലറി നോക്കുന്നുണ്ട്. 41 to 50 അതായത് നമ്മളൊരു റേഞ്ച് വെച്ചിട്ടുണ്ട്. ആ റേഞ്ചിനകത്ത് 21 to 30 ആണെങ്കിൽ അത് അസിസ്റ്റന്റ് ആയിരിക്കും. 41 to 50 ആണെങ്കിൽ ബോസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും 31 to 40 ആ റേഞ്ചിൽ വരുമ്പോൾ അവിടെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാണ്. സാലറിയെ ഡിപ്പെൻഡ് ചെയ്ത ലോ റേഞ്ചും ഹൈ റേഞ്ചും ആയിട്ട് വെക്കുക. ആ മീഡിയം റേഞ്ച് വീണ്ടും വരുമ്പോഴത്തേനും അവിടെയും സാലറിയുടെ ഒരു കേസ് വരുമ്പോഴത്തേനും അവിടെയും നമ്മൾ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. അതായത് പേഴ്സൺ ആണോ, അല്ലെങ്കിൽ അയാൾ ബോസ് ആണോ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സെഷനിലാണോ. അപ്പൊ നമ്മൾ സാധാരണ ഒരു ബാങ്കിലോ അങ്ങനത്തെ ഒക്കെ ഒരു കേസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പം അവർക്ക് സീനിയോറിറ്റി ബേസിലായിരിക്കും നമ്മൾക്ക് സാധനം പോകുന്നത്. കാരണം നമ്മൾ എല്ലാവരും ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ മാനേജർ പൊസിഷനിലേക്ക് ആയിരിക്കുകയല്ല നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അവിടെ നിന്ന് വെച്ച് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഡിസിഷൻ ട്രീസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. ഡിസിഷൻ ട്രീ യൂസിങ് ID3 അൽഗോരിതം ഫോർ ദ സാമ്പിൾ ഡേറ്റാസ് സാധാരണ കാണാറുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റെപ്സ് ഓഫ് അൽഗോരിതം ഫോർ എ decision trees, data pre-processing steps, fitting the decision tree algorithms to the training set, predicting the test result, test accuracy of the result, visualization of the result. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം ഓൺ ഡിസിഷൻ ട്രീ കൺസിഡർ വെദർ ഡേറ്റാ സെറ്റ് ബേസ്ഡ് ഓൺ വിച്ച് വി വിൽ ഡിറ്റർമിൻ വെദർ ടു പ്ലേ ഫുട്ബോൾ ഓർ നോട്ട്. അപ്പം ഔട്ട്ലുക്ക് ഇത് പറയുമ്പോഴത്തേനും ഒരാളുടെ പേര് തന്നെ ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ട്, ഹ്യൂമിഡിറ്റി പറഞ്ഞിട്ടുണ്ട്, വിൻഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്ലേ ഫുട്ബോൾ. അപ്പൊ ആ ഒരു കേസിൽ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് അത് ഓരോന്നും ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു കാൽക്കുലേഷനാണ്. അപ്പൊ നിങ്ങൾ ആ ഇത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഹോട്ടാണ്, ഹൈ ആണ്, അതായത് വിൻഡ് വീക്ക് ആണ് എന്നുള്ളൊരു കേസ് വരികയാണെങ്കിൽ നോ ആയിരിക്കും. സണ്ണി, അതായത് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ സണ്ണി ആണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഹോട്ട് ആണ്, ഹൈ ആണ്, സ്ട്രോങ് ആണെങ്കിൽ നോ ആയിരിക്കും. അതായത് ഓവർ ഹോസ്റ്റ്, ഹോട്ട്, ഹൈ, വീക്ക് ആ ഓരോ കേസിലും എങ്ങനെയൊക്കെ ആയിരിക്കും, റെയിനി ആണോ, അങ്ങനത്തെ ഓരോ ഔട്ട്ലുക്ക് ഒക്കെ നോക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു ഇത് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഫ്രം ദ എബോ ഡേറ്റ സെറ്റ് ഫോർ ദ ഔട്ട്പുട്ട് വി ക്യാൻ അറൈവ് അറ്റ് ദ ഫോളോയിങ് ടേബിൾ ഈസിലി. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും ഇതിനകത്തുനിന്ന് നമ്മൾ ഔട്ട്പുട്ട്, അപ്പൊ ഇവിടെ നമുക്കൊരു ഡേറ്റാസും സംഭവങ്ങളൊക്കെ തന്നിച്ച് നമ്മൾ ഫൈനലായിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുവാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ലോജിസ്റ്റിക് റിഗ്രഷൻ ഇൻ മെഷീൻ ലേണിംഗ്. ലോജിസ്റ്റിക് റിഗ്രഷൻ which is a part of supervised learning method is one of the most popular machine learning algorithms. Logic regression എന്ന് പറയുന്നത് ഇതായിട്ടുള്ള ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് മെത്തേഡ്സ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദ categorical dependent variable based on the set of independent variables. അതായത് categorical dependent variables based on the set of a independent variables. Logical regression predicts the outcome of a dependent variable that has a yes or no answer. അതായത് ലോജിക്കൽ അതിന്റെ ഔട്ട്കം ഓഫ് ദ ഡിപെൻഡന്റ് വേരിയബിൾസ് അതിന്റെ വാല്യൂസ് yes or no ആയിരിക്കും. ബിക്കോസ് ഓഫ് ദിസ് the result must be a discrete or a categorical values. It can be yes or no, അല്ലെങ്കിൽ 0 or 1, true or false. But instead of giving the exact values as a 0 or 1, it gives the probabilistic values that this lies between a 0 and 1. ലോജിക്കൽ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് മെത്തേഡ്സ് ആയിരിക്കും. ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് popular machine learning algorithms. It is used to predict the categorical dependent variable based on the set of independent variables. അപ്പം അതും അതിനകത്ത് അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും അതിന്റെ വാല്യൂസ് ഒക്കെ വരുന്നതെന്നുള്ളത് കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
Okay, logistic regression is not like a linear regression, but the way they are used in a different linear regression is used to solve a regression problems, while logistic regression is used to solve a classification problems. അതായത് ലോജിസ്റ്റിക്കൽ റിഗ്രഷൻ ഈസ് എന്തിനു വേണ്ടിയുള്ളതാണ്? ഒരു സോൾവ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിന് വേണ്ടിയാണ് നമ്മളാണ് പഠിക്കുന്നത്. In logistic regression, we fit as shaped logical function which predict two maximum values instead of a regression line. അപ്പൊ നമുക്കറിയാം അതിന്റെ മാക്സിമം വാല്യൂസ് 0 or 1 ആയിരിക്കും. The curve from the logistic function shows how likely something like the whether the cells are cancer or not, whether the mouse is overweight or not, based on the weight or etc. The curve of the logical function shows how like something like a whether the cells are നമ്മൾ പറഞ്ഞു ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ട് മെഡിക്കൽ ഫീൽഡ് അങ്ങനത്തെ ഉള്ളത്. അപ്പൊ അവിടെ നിൽക്കുന്ന ക്യാൻസർ ഈസ് ഓർ എ നോട്ട്, വെദർ എ മൗസ് ഈസ് ഓവർ വെയിറ്റ് ഓർ നോട്ട് ബേസ്ഡ് on its weights, etc. Logical regression is an important machine learning algorithm because it can use both a continuous and a discrete data set. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഷീൻ ലേണിംഗ് ഇതാണ്. ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആൻഡ് discrete data set to give probabilistic and classify new data. അതായത് പ്രോബബിലിസ്റ്റിക്കിനും ക്ലാസിഫൈ ഓഫ് ന്യൂ ഡേറ്റയ്ക്കും വേണ്ടിയാണ് ഇത് നമ്മളായിട്ട് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ലോജിക്കൽ റിഗ്രഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ക്ലാസിഫൈ ഒബ്സർവേഷൻ based on the different types of data, and it is easy to figure out which variables are the most useful for classifying. The logistic function is shown in the picture below. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഇതിനകത്ത് എങ്ങനെയായിരിക്കും ലോജിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും അതിന്റെ ഒരു വാല്യൂസ് പോകുന്നതെന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഇതാണെങ്കിൽ ഒരു ത്രെഷോൾഡ് വാല്യൂസ് നമ്മളിപ്പം ഒരു ക്യാൻസർ സെല്ലിന്റെ ഒക്കെ ഒരു കേസിലാണെങ്കിൽ നമ്മളിപ്പം ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും, നമുക്കൊരു റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരു ത്രെഷോൾഡ്. ആ റേഞ്ചിനും ഒത്തിരി ഇതിലേക്ക് മുകളിലേക്ക് കയറി പോകുമ്പോഴായിരിക്കും നമുക്ക് അവിടെ ഒരു ക്യാൻസറസ് ആയിരിക്കുമോ എന്നുള്ളതൊക്കെ അത് പറയുന്നത്. ലോജിസ്റ്റിക് റിഗ്രഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് എ predictive modeling as regression, so that why it's called the logistic regression, or it is used to classify samples, so it is as a part of the classification algorithms. അപ്പം ലോജിസ്റ്റിക്സ് ഫംഗ്ഷനെ നമ്മൾ പറഞ്ഞ സിഗ്മോയിഡ് ഫംഗ്ഷൻസ് എന്നും പറയുന്നുണ്ട്. The what function called the sigmoid function turns predicted values into probabilities. The math function called the sigmoid function turns predicted values into probabilities. The sigmoid function is a special case of logistic function. It is usually written as x or sig of x. The formula for it, sigma x equal to this. It turns by a real number into a different number between 0 and 1. The value of the logistic regression must be between 0 and 1, and it can be higher than the letter. Because of this, it forms a curve that looks like the letter S. അപ്പം ഇതിനകത്ത് ഒരു കേസിലാണെങ്കിൽ എപ്പോഴും ഇതിന്റെ ഒരു കെയർ ഒരു ലുക്ക് ലൈക്ക് എസിന്റെ ഒരു ഇതിലായിരിക്കും വരുന്നത്. ദ സിഗ്മോയ്ഡ് ഫംഗ്ഷൻ ഓഫ് ദ ലോജിക് ഫംഗ്ഷൻ ഈസ് ദ നെയിം ഫോർ ദ കെയർവ് ടു ദ ഷേപ്പ് ഓഫ് എ എക്സ്. അപ്പൊ നമ്മളിവിടെ നിന്ന് ത്രെഷോൾഡ് വാല്യൂസ് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കേസിലാണെങ്കിൽ നമ്മളൊരു എസിന്റെ ഒരു ഇതിലായിരിക്കും നമ്മളോട് വരുന്നത്. നിങ്ങളിപ്പം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒക്കെ കേസിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ അകത്തൊക്കെ ആണെങ്കിലും നമ്മൾ അതിനകത്തൊരു വാല്യൂസ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താ പറയുക, ത്രെഷോൾഡ് വാല്യൂസ് ടെൽസ് us how likely it is that either 0 and 1 it will happen in a logistic regression. For example, most value above the threshold are 1 and most values below it ആ ത്രെഷോൾഡ് വാല്യൂവിന് മുകളിലും താഴെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി അസംഷൻസ് ഓഫ് എ ലോജിക്കൽ റിഗ്രഷൻസ് എന്തായിരിക്കും അതിന്റെ അകത്തെ അസംഷൻ? ദ ഡിപെൻഡന്റ് വേരിയബിൾ മസ്റ്റ് ബി എ കാറ്റഗോറിക്കൽ വൺ. In the independent variable shouldn't related to more than the on other variable. ഈ ടൈപ്സ് ഓഫ് ലോജിക്കൽ റിഗ്രഷൻ ഏതൊക്കെ രീതിയിലുള്ളതാണ്? അത് 3 രീതിയിലുണ്ട്: ബൈനോമിയൽ, മൾട്ടിനോമിയൽ ആൻഡ്
ഒന്നല്ലേ. അപ്പൊ അതിനകത്ത് ബൈനറി സാധാരണ ചെയ്യുന്ന ടൈപ്പ് ഓഫ് എ ലോജിക്കൽ റിഗ്രഷൻസ് ഇത് ചോദിക്കുന്നതാണ് സാധാരണ ടൈപ്സ് ഓഫ് എ ലോജിക്കൽ റിഗ്രഷൻസ്. ബൈനോമിയൽ ഇൻ എ ബൈനോമിയൽ ലോജിക്കൽ റിഗ്രഷൻ ദ ഡിപെൻഡന്റ് വേരിയബിൾസ് ക്യാൻ only be either 0 and 1 or pass or fail etc. In multinomial logical regression the dependent variable can be one of 3 or more types that are not in order such as a cat, dog or sheep. Ordinal in ordinal logical regression the dependent variable can be ranked such as low, medium or high. അപ്പം നമ്മൾ അവിടെ ഒരു റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, ലോ ആണോ മീഡിയം ആണോ. അപ്പം ഇത് ടൈപ്സ് ഓഫ് എ ലോജിക്കൽ റിഗ്രഷൻസ് ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ബൈനോമിയൽ, മൾട്ടിനോമിയൽ, ഓർഡിനൽ. Logical regression equation from the linear regression equation. You can figure out the logical regression equation. Here are the steps you need to take in math to get a logical regression equations. The equations നിങ്ങൾ പഠിച്ചു വെക്കുക, അതേ ചെയ്യാനുള്ളത്. We know that the equation of the straight line can be straight line ആണെങ്കിൽ എങ്ങനെയായിരിക്കും? In logical regression y can be between 0 and 1. Therefore it's divide the above equations y. But we need range between ആ ഒരു ഇൻഫിനിറ്റി റേഞ്ച് വരുവാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ അടുത്തതും പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ സംഭവം നിങ്ങൾ നോക്കാം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് വെക്റ്റർ മെഷീൻസ് ആണ്. Support vector machine is also called a support vector classification. It is a supervised and a linear machine learning technique. അപ്പം ഇതിന് സപ്പോർട്ട് വെക്റ്റർ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സൂപ്പർവൈസ്ഡ് ആണ്, അതുപോലെ തന്നെ ലീനിയർ മെഷീൻ ലേണിംഗ് ടെക്നിക്സ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഓഫൺ യൂസ്ഡ് ടു എ സോൾവ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ്. അതാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ്. ഇൻ ദി സെഷൻസ് ആണ് ചോദിക്കുന്നതാണ് സപ്പോർട്ട് വെക്റ്റർ മെഷീൻസ്. വി വിൽ ടേക്ക് എ ലുക്ക് അറ്റ് എ സപ്പോർട്ട് വെക്റ്റർ മെഷീൻസ്, എ ന്യൂ അപ്രോച്ച് ഓഫ് കാറ്റഗറൈസിംഗ് ഇൻ ദ ഡാറ്റ that has a lot of potential and can be used for the linear and the non-linear data set. A support vector machine, often known as a SVM, is a type of algorithm that transfers the primary training data into a new format that have a higher dimension by making use of a non-linear mapping. അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഈ സപ്പോർട്ട് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീന് ഓഫൻ നോൺ ആസ് എ SVM, അതായത് SVM സപ്പോർട്ട് വെക്റ്റർ മെഷീൻ. നിങ്ങളോട് സാധാരണ എക്സാമിന് ചോദിക്കുന്നത് വാട്ട് ഈസ് SVM എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എഴുതണം സപ്പോർട്ട് വെക്റ്റർ മെഷീൻസ്. അപ്പൊ സപ്പോർട്ട് വെക്റ്റർ മെഷീൻസ് എന്ന് പറഞ്ഞാൽ വീണ്ടും പറഞ്ഞ സപ്പോർട്ട് വെക്റ്റർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതൊരു സൂപ്പർവൈസ്ഡ് ആണ്, അതുപോലെ തന്നെ ലീനിയർ മെഷീൻ ലേണിംഗ് ടെക്നിക്സ് ആണെന്നും പറയുക. ദിസ് hyperplane, a support vector machine often known as a SVM, is a type of algorithm that transforms the primary data into a new format that has a higher dimension by making use of a non-linear mapping. It is search for the ideal linear searching hyperplane in this additional dimension. The hyperplane is referred to as a decision boundary. അതായത് ഹൈപ്പർ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ ബൗണ്ടറി ആണ്. സിൻസ് ഇറ്റ് ഇസ് സെപ്പറേറ്റ് ദ ട്യൂപ്പിൾസ് ഓഫ് വൺ ക്ലാസ് ഫ്രം ഓഫ് ദ അനദർ, എ ഹൈപ്പർ പ്ലെയിൻ ക്യാൻ ഓൾവേസ് ബി യൂസ്ഡ് ടു സ്പ്ലിറ്റ് ഡേറ്റ ഫ്രം ടു ക്ലാസസ്. അതായത് ഹൈപ്പർ പ്ലെയിൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. If the appropriate non-linear mapping to a high enough dimension is used, the hyperplane is located by a SVM through the source of support vectors, also known as important training tuples and margins. We will go into a further detail and about the 3 fresh concepts in the next further. അപ്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വാട്ട് ഈസ് എ സപ്പോർട്ട് വെക്റ്റർ, ഷോയിങ് എ ഡേറ്റ ഇൻറ്റു 2 ഗ്രൂപ്പ്സ്. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, ഒരു ഡേറ്റാസിനകത്താണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, അതിനെ 2 ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിട്ട്. ഇപ്പൊ ആദ്യത്തെ ഒരു കേസിലാണെങ്കിൽ നമുക്കറിയാം ആ ഒരു ഡേറ്റാസ് കണ്ടോ ഇങ്ങനെ ത്രെഡ് ചെയ്ത് കിടക്കുന്നത്, അതിനെ നമ്മൾ ഒരു ഇതിനെ കെയർ ഒക്കെ ആയിട്ട് കിടക്കുന്നതിനെ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആക്കി മാറ്റിയിട്ട് ഇതിനകത്ത് വരുന്നതിനെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ഇടുകയാണ് ചെയ്യുന്നത്. While studying machine learning, one of the most classification that we common across are called a support vector machine or SVM or shorter. One of the most common approach for a
categorizing data in the field of machine learning, which performs admirably on both small and large data set. The small and large data set ഉപയോഗിക്കുന്ന which sensors support vector machine can be utilized for us both classification and regression jobs. However, their performance is superior when applied to the classification separation. When they first introduced in 1990s, they quickly become quite popular, and even now with only minor adjustment, they are the solution to choose when a high performing algorithm is required. അപ്പം ഇവിടുത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കെയർ ആയിട്ട് കിടക്കുന്ന അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് മാറ്റുന്നുണ്ടോ. അപ്പം ഇതിനകത്ത് നിൽക്കുന്ന there are two main categories can be applied in എന്നിരിക്കുന്ന ലീനിയർ സപ്പോർട്ട് വെക്ടർ മെഷീൻസും നോൺ ലീനിയർ. ഇതിനകത്ത് രണ്ട് രീതിയിലുണ്ട്, നോൺ ലീനിയറും ഉണ്ട്. You can only use the linear SVM if the data can be completely separate in the linear categories. അപ്പൊ അവിടുത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ കാറ്റഗറൈസിലായിരിക്കും കാണിക്കുന്നത്. The ability to separate a set of data points into two classes using one straight line is what is meant by when we talking about something completely linearly separated. അപ്പം ഇതായിരിക്കും ലീനിയർ ആയിട്ട്, അതായത് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടായിരിക്കും കംപ്ലീറ്റ് ആയിട്ട്. അപ്പം അതിനെ ബേസ് ചെയ്തായിരിക്കും അവിടുത്തെ കഥ. ഇനി നോൺ ലീനിയർ സപ്പോർട്ട് വെക്ടർ മെഷീൻസ് പറഞ്ഞാൽ when the data is in linearly separable, we can use a non-linear SL, which means that we apply advanced technique like the kernel tricks to categorize the data points that can be divided into two classes using a straight line. This allowed to use അപ്പൊ നമ്മൾ അവിടെ ഒരു നോൺ ലീനിയറിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ലൈന് അതുപോലെയുള്ള അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് അതിനെ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് മാറ്റാം. This allows to a non-linear SVM classify the data points that are linearly separable into the. We don't discover a data point that are linearly separable in the majority of a real world applications. So we use the kernel approach to solve. അത് നമ്മൾ അതിനകത്ത് kernel approach കൊടുത്ത് നമ്മൾ അതിനെ സോൾവ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് let us take a look of some SVM technology. Support better this point on the hyperline that are closest to the object in a question are referred to as support vectors. ഈ ഡയഗ്രാം ഓഫ് സപ്പോർട്ട് വെക്ടർ മെഷീൻസിന്റെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മാക്സിമം നമ്മളിപ്പോ ആദ്യത്തെ ഒരു ക്ലാസ് എയും ക്ലാസ് ബി എന്നും പറഞ്ഞ ഇത് വായിച്ചു. അതിനെ നമ്മൾ രണ്ടിനെയും ഒരു സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് വെക്ടേഴ്സ് നമ്മൾ വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, ഒരു മാക്സിമം മാർജിൻ എന്നുള്ളതിന്റെ ഒരു സ്ട്രെയിറ്റ് ലൈനും, അതായത് പോസിറ്റീവ് ഹൈപ്പർ പ്ലെയിനും ഇവിടെ വരുന്നത് അതിന്റെ മാക്സിമം മാർജിൻ ഹൈപ്പർ ലൈന്. ഇപ്പറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് ഹൈപ്പർ ലൈന്. നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു എക്സ് ആക്സിസ് വൈ ആക്സിസിൽ എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളത് വിളിച്ചു. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്ത് തന്നിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി വർക്കിംഗ് ഓഫ് എ SVM. SVM is defined strongly in terms of support vectors. We do not need to be connected with any other observation because the margin is calculated based on the points that the support vector and the closest to the hyperline. അപ്പൊ ഇവിടുത്തെ ഒരു കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മാക്സിമം ഒരു മാർജിനും അതുപോലെ തന്നെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ അകത്ത് ഡേറ്റാസ് കണ്ടോ, അപ്പുറം ഇപ്പുറയും ഗ്രീനും ബ്ലൂവും കിടപ്പുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ ആ ഡേറ്റാസിനെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്, അതിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. There are many ways to put these points into group, but the question is the best and how do we find it? We call the decision boundary. നമ്മൾ അങ്ങനെ അതിനകത്ത് ബെസ്റ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യുന്നത് നമ്മൾ അവിടുത്തെ ഡിസിഷൻ ബൗണ്ടറി കൊണ്ടിരുന്ന സ്ട്രേറ്റ് ലൈൻ ആയിട്ടുള്ള, ബിക്കോസ് വി ആർ പ്ലോട്ടിംഗ് ഡേറ്റ പോയിന്റ്സ് ഓൺ എ 2-dimensional ഗ്രാഫ്. There are the dimensions. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഒരു ഹൈപ്പർ ലൈൻ പ്ലെയിനിൽ നമ്മൾ കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുമ്പത്തേതിവിടെ ഒപ്റ്റിമൽ ഹൈപ്പർ പ്ലെയിൻ എന്താണെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം സപ്പോർട്ട് വെക്ടർ എന്താണെന്ന് മനസ്സിലായി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ട് വെക്ടർ സാധാരണ ചോദിക്കുന്നതാണ് വരിക. ഇനി അടുത്തത് റിഗ്രഷൻ. അപ്പം ഞാൻ ഇതിനകത്ത് റിഗ്രഷൻ എന്ന് പറയുന്നത് വീണ്ടും പറയുന്നില്ല. നമ്മൾ ഇതിനകത്ത് വീണ്ടും റിഗ്രഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളത് പഠിച്ചത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ ഇവിടെ സപ്പോർട്ട് വെക്ടർ റിഗ്രഷൻ
പോളിനോമിയൽ റിഗ്രഷൻസ്, ലീനിയർ റിഗ്രഷൻസ്, റിഗ്രഷൻ അൽഗോരിതംസ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇനി റിഗ്രഷൻ അൽഗോരിതംസ്. അപ്പം നമ്മൾ ഇവിടെ തന്നെ അകത്ത് പറഞ്ഞിരിക്കുന്നത് in 1911 British biologist Francis Galton investigated the relationship between two variables to study the hereditary growth of children. In the research, categorized the parents into two categories on the list. First category of the parents belong to the family length smaller than the average length of the parents length, and the second category of parents to the parents having a length than the average length. The regression toward mediocrity gave the statistical methods there. Primarily the term regression described the relationship between the വേരിയബിൾസ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് അതിന്റെ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മൾ പറയുന്നത് സം റിഗ്രഷൻ ഈക്വൽ ടു y ഈക്വൽ ടു m into x plus t. Describe the relation between one independent and one dependent variable where there use the variable y varies with the values of x and as a dependent variables. അപ്പൊ അവന്റെ വാല്യൂസിന്റെ ഒക്കെ വേരിയേഷൻസ് വരും എന്നാണ് പറയുന്നത്. The values of x affected any variable hence the independent variables. അപ്പൊ ഇവിടെ കൺസിഡർ ദ ഫോളോയിങ് ദ പേരന്റ് ചൈൽഡ് സെറ്റ്. അപ്പൊ ഒരു പേരന്റിന്റെയും ഓരോ റേഞ്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ മീൻ ഹൈറ്റ് ഓഫ് ദ ചിൽഡ്രൻ ഈസ് 68.4 വേർ ദ മീൻ ഹൈറ്റ് ഓഫ് ദ പേരന്റ്സ് ഈസ് ഈക്വൽ ടു 68.5. ദ ലീനിയർ ഇക്വേഷൻ ഫോർ ദ പേരന്റ്, അതിനൊരു ഇക്വേഷൻസ് കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. The following are the ways by the regression analysis determine the relationship between the response variables and the predictor variables. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തൊക്കെയായിരിക്കും വരുന്നതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് നോക്കണം, അതായത് സ്ട്രെങ്ത് ഓഫ് ദ റിലേഷൻഷിപ്പ് നോക്കണം, ഫോർമേഷൻ ഓഫ് റിലേഷൻഷിപ്പ് നോക്കണം, പ്രെഡിഷൻ നോക്കണം, അനദർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. അതായത് ഇതിന്റെ എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, റിഗ്രഷൻ ഓൾറെഡി പറഞ്ഞാണ്. അപ്പം യൂസസ് ഓഫ് റിഗ്രഷൻ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇൻ എ ബിസിനസ് സിനേറിയോ വെൻ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഡിറ്റർമിൻ ദ ഇമ്പാക്ട്സ് ഓഫ് ഡിഫറെന്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ടു ഫൈൻഡ് ഔട്ട് ദ ടാർഗറ്റ് വാല്യൂസ് റിഗ്രഷൻ ക്യാൻ ബി യൂസ്ഡ്. അതായത് നമ്മൾ ബിസിനസിന്റെ ഒക്കെ കേസിൽ നമ്മൾ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു കേസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെൻ വി വാണ്ട് ടു റെപ്രസെന്റ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോം ഓർ വി വാണ്ട് ടു മോഡൽ എ പ്രോബ്ലം ഇൻ ടു ഡിറ്റർമിൻ ദ ഇമ്പാക്ട് ഓഫ് different variables വെച്ച് ഒരു മോഡൽ നിൽക്കുക. It is a very easy to explain about the business logic with the help of regression. Business logistics can be explained by very easy to person. When the target variable is normally distributed have some characteristic, regression is very effective. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ റിഗ്രഷന്റെ എക്സാമ്പിൾസ് ഓഫ് റിഗ്രഷൻസ് എന്തായിരിക്കും എന്നുള്ളത് ഇവിടെ നോക്കുക. ഇനി റിഗ്രഷൻ അൽഗോരിതംസ്. റിഗ്രഷൻ അൽഗോരിതംസ് എന്ന് പറയുന്നത് ഫോളോയിങ് ദ വേരിയസ് ടൈപ്പ് ഓഫ് റിഗ്രഷൻ അൽഗോരിതംസ് ഉണ്ട്. ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മെയിൻ ആയിട്ട് ലീനിയർ റിഗ്രഷൻ, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, പോളിനോമിയൽ റിഗ്രഷൻ, എക്കോളജിക്കൽ റിഗ്രഷൻ, റിഡ്ജ് റിഗ്രഷൻസ് ആൻഡ് ലാസോ റിഗ്രഷൻസ്, ലോജിക് റിഗ്രഷൻസ്, ബേസിയൻ റിഗ്രഷൻ, ക്വാണ്ടിറ്റി റിഗ്രഷൻസ് ആൻഡ് കോസ് റിഗ്രഷൻസ്. ഇത് സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഗ്രഷനെ എങ്ങനെയായിരിക്കും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻസ് where there is only one dependent variables and more than one independent variables. അപ്പൊ അത് നിങ്ങൾ നോക്കാം. അതിനകത്ത് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് വൺ ഡിപെൻഡന്റ് വേരിയബിളും മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിളും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ലോജിസ്റ്റിക് റിഗ്രഷനകത്ത് വരുമ്പോഴത്തേക്കും ലോജിസ്റ്റിക് ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് എ ബൈനറി ഇൻ നേച്ചർ. ആ ഒരു ഇതാണ് നിങ്ങൾ അതിനകത്ത് നോക്കണം. അതിൻ്റെ അകത്ത് വരുന്നത് ബൈനറി ഇൻ നേച്ചർ. ദ അൽഗോരിതം ഈസ് generally used under course like testing of a medicine to detect the അതായത് ഫോൾസ് ആണോ വാല്യൂസ് ആണോ ബാങ്കിലത്തേക്ക് ഒരു കേസിൽ. ഇനി പോളിനോമിയൽ റിഗ്രഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് വിത്ത് ഹെൽപ്പ് ഓഫ് polynomial equations where the occurrence of
Independent variable is more than one. Non-linear relationship between the dependent and independent variable is written as a curved line instead of a straight line. The curved line ആയിരിക്കും ഇതിനായിരിക്കണം. ഇനി ecological regressions algorithm when group data belongs to a group. The group data ആയിരിക്കും. Thus a data is divided different groups and regression is performed. ഇനി ridge regression എന്ന് പറയുമ്പോൾ is a type of regularization when data variables are highly correlated. Ridge regression is used. ഇനി lasso regression എന്ന് പറയുമ്പോൾ least absolute shrinkage and selection operation regression algorithms. A penalty is assigned the coefficients. ഇനി logic regression എന്ന് പറയുമ്പോൾ in logic regression predictor variable and response variable both are binary in nature. അവിടെ ബൈനറി നേച്ചർ ആയിരിക്കും. ഇനി അടുത്തത് ബേസിയൻ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ബേസിയൻ റിഗ്രഷൻ അൽഗോരിതം ഈസ് ബേസ്ഡ് ഓൺ ദ ബേസിയൻ സ്റ്റാറ്റിസ്റ്റിക്. റാൻഡം വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് എ പാരാമീറ്റർ ടു എസ്റ്റിമേറ്റ്. ഇനി കോണ്ടന്റ് റിഗ്രഷൻ ദിസ് ഈസ് യൂസ്ഡ് ദാറ്റ് ദ ബൗണ്ടറി ഓഫ് ദ കോണ്ടന്റ് ഓഫ് ദ ഇൻട്രസ്റ്റ് whenever when overweight and underweight is considered for the health analysis. Health analysis നാത്താണ് നമുക്ക് ടെയിൽ റിഗ്രഷൻസ് ഉപയോഗിക്കുന്നത്. അതായത് ഓവർ വെയിറ്റ് ആണോ അണ്ടർ വെയിറ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കുന്നത്. ഇനി കോസ് റിഗ്രഷൻ അൽഗോരിതം ഈസ് യൂസ്ഡ് when output of the variables depend on a set of a independent variable. Example, patient survival after surgery. അതായത് ആ പേഷ്യന്റ് ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചോ അല്ലെങ്കിൽ അതിന്റെ ഏജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഞാൻ വീണ്ടും ലീനിയർ റിഗ്രഷൻസ് പറയുന്നില്ല. ലീനിയർ റിഗ്രഷൻ നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് ഡിപ്പെൻഡന്റ് വേരിയബിൾസ് കാണും, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് കാണും. അതിനകത്ത് ലീനിയർ ആയിട്ടായിരിക്കും ഒരു ഡേറ്റ സെറ്റ്. ലീനിയർ റിഗ്രഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ മെത്തേഡ് implemented where we want to find the response variables and predictive variables. When the relationships are linear, it is called a linear regression, or otherwise it is called a non-linear regression. Linear regression make a prediction for a continuous or a real or numerical variables like age, salary, etc. അപ്പൊ നമുക്കറിയാം ലീനിയർ ആയിട്ട് നമുക്കറിയാം അതിന്റെ കേസിൽ നമുക്ക് ഏജ്, സാലറി എന്തൊക്കെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് അതിന്റെ ഒരു കേസിൽ വരുന്നത്. ഡേറ്റ സെറ്റ്, ലേണിംഗ് അൽഗോരിതംസ്, ഏരിയ ഓഫ് ലാൻഡ്, ഹൈപ്പോത്തിസിസ്, ലാൻഡ് പ്രൈസ്. ഇവിടെ ഒരു ഇത് പറഞ്ഞിരിക്കുന്നത് ഷോൺ ഇൻ ദ ബിലോ ഡയഗ്രാം സെറ്റ് ഓഫ് ഡേറ്റ ഈസ് ഗിവൺ ആസ് എ ഇൻപുട്ട് ആൻഡ് ലേണിംഗ് അൽഗോരിതം വിൽ ജനറേറ്റ് എ ഔട്ട്പുട്ട് ഫംഗ്ഷൻ കൺവെൻഷനലി നോൺ ആസ് എ ഹൈപ്പോത്തിസിസ്. This role of the hypothesis function is to eliminate the price by taking areas as input to the function. Mapping function H will map the area of the land to the price of the land. അപ്പൊ അവിടെ ഒരു ലാൻഡിന്റെ ഒരു പ്രൈസ് ആയിരിക്കും എങ്ങനെയായിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു ഡേറ്റ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഏരിയ ഓഫ് ലാൻഡ്, ആ ലാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിന്റെ ലാൻഡിന്റെ ഒരു പ്രൈസ് വരുന്നതെന്നുള്ളതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പോളിനോമിയൽ ഡിഗ്രഷൻ. അത് ഞാനൊന്ന് പറഞ്ഞാണ്. പോളിനോമിയൽ ഡിഗ്രഷൻ അൽഗോരിതംസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ഈ പിക്ചറിന്റെ ഒരു സഹായത്തോടു കൂടി തന്നെ നിങ്ങൾ അന്ന് റെപ്രസെന്റ് ചെയ്ത് വെക്കുക. ഇനി ഞാൻ സപ്പോർട്ട് വെക്റ്റർ റിഗ്രഷൻ ഒന്നും പറയുന്നില്ല, കാരണം നമ്മളത് പറഞ്ഞു പോയ ഭാഗം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇത് പറഞ്ഞിരിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് സപ്പോർട്ട് വെക്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വീണ്ടും കണ്ടു ഇന്നലെ പഠിച്ച ആ സംഭവത്തിലേക്ക് തന്നെ വരികയാണ്. ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൻഡ് ഡീപ്പ് ലേണിംഗ്. അപ്പൊ ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുന്നു, വാട്ട് ഈസ് ന്യൂറൽ നെറ്റ്വർക്ക്, വാട്ട് ഈസ് ഡീപ്പ് ലേണിംഗ്? ഒന്ന് പറഞ്ഞേ. അർച്ചന ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് എ ന്യൂറൽ നെറ്റ്വർക്ക്സ്? ഇന്നലെ പഠിച്ചെന്ന് പറഞ്ഞേ. ന്യൂറൽ നെറ്റ്വർക്ക്സും ഡീപ്പ് ലേണിംഗും നമ്മളൊരു എക്സാമ്പിൾ ഒക്കെ സഹിതം പറഞ്ഞു തന്നായിരുന്നു. ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒന്ന് പറയാമോ? അച്ഛന ക്ലാസ്സിലില്ലേ? കൃതിക, അർച്ചന, കൃതിക.
വാട്ട് ഈസ് ഡീപ് ലേണിംഗ്? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? പറഞ്ഞല്ലേ, ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ അതേ സംഭവമാണ് ന്യൂറോൺസും ആർട്ടിഫിഷ്യൽ ന്യൂറോൺസും. അതായത് ബയോളജിക്കൽ ന്യൂറോൺസ് നമ്മുടെ ഇതിന്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത് ബയോളജിക്കൽ ന്യൂറോൺസ്, അതിന് തന്നെ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ്. നമ്മൾ ഇന്നലെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡേറ്റാസ് നമുക്കൊരു ആർട്ടിഫിഷ്യൽ നെറ്റ്വർക്സിലാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിലാണ്. നമുക്കറിയാം പലയിടത്തുനിന്ന് നമ്മളെ ഡേറ്റാസ് എങ്ങനെയായിരിക്കും കളക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിനകത്താണ് ഓരോന്നിനായിട്ട് മൈന്യൂട്ടായിട്ട് ഓരോരോ ന്യൂറോൺസ്. നമ്മുടെ ബയോളജിക്കൽ കൺസെപ്റ്റിനാണെങ്കിൽ അവിടുത്തെ മൈന്യൂട്ട് ആയിട്ടുള്ള ന്യൂറോൺസ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ ഒരു കേസിൽ നമുക്ക് ലോട്ട് ഓഫ് നെറ്റ്വർക്ക്സ് ഉണ്ടായിരിക്കും. അതാണ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് തിങ്സ്: connecting model or a neurons, the return of this elementary component connected with the other neurons of the network, learning algorithm to train the network. ലേണിംഗ് അൽഗോരിതംസ് പറയുമ്പോൾ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്തെടുക്കേണ്ട വേരിയസ് ലേണിംഗ് അൽഗോരിതംസ്. ആരെങ്കിലും ഒന്ന് പറയാവോ? വളരെ നിങ്ങളെ പറഞ്ഞതാണ്, ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ പറഞ്ഞതാണ്. കൃതിക, അർച്ചന, നിങ്ങൾ ക്ലാസ്സിലുണ്ടോ? ഉണ്ട് മിസ്. എന്നാ കൃതിക എന്താണ്? കൃതിക ഇന്നലെ ഉണ്ടായിരുന്നല്ലേ കൃതിക? ഉണ്ടായിരുന്നു മിസ്. എന്താണ് ഞാൻ പറഞ്ഞ എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞ എന്താണ്? ഒന്നിലധികം നെറ്റ്വർക്കുകളെ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് പല പല നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ന്യൂറൽ നെറ്റ്വർക്കിംഗ്. ന്യൂറൽ നെറ്റ്വർക്ക്. പിന്നെ ഡീപ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മാക്സിമം ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും ഡീപ് ലേണിംഗില്. ഓക്കെ, ഡീപ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനകത്ത് മാക്സിമം ഡേറ്റാസ് കൗണ്ട് ചെയ്യുന്ന. അപ്പം നമ്മൾ പറഞ്ഞു ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഓരോന്നിനും ഓരോ ഡേറ്റയ്ക്കായിട്ട് ശരിക്കും നമ്മൾ ആദ്യം ചെല്ലുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിനകത്ത് ഓരോരോ നെറ്റ്വർക്കും ആയിട്ടായിരിക്കും കളയുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു ഹാർട്ടിൽ നിന്ന് നമ്മുടെ ഒരു ബ്രെയിനിലേക്കൊക്കെ ആണെങ്കിൽ തിന്നായിട്ടില്ല. നമുക്കറിയാം നമ്മുടെ ഒരു കയ്യോ എന്തെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്തുമാത്രം, അതായത് ചെറിയൊരു നേർവ് മുറിഞ്ഞാൽ പോലും നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും സംഭവങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ അത് ഓരോന്നിനും ഓരോ കണക്ഷനും കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് അവിടെ. അപ്പം അതനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ സംഭവങ്ങൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഇപ്പൊ കണ്ണിന്റെ ആണെങ്കിൽ തന്നെ നമുക്കറിയാം ചെറിയൊരു കണ്ണിന്റെ ഏതെങ്കിലും ഒരു നേർവിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെ അത് ചിലപ്പോൾ ബ്രെയിനിലേക്കായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കാഴ്ച നഷ്ടപ്പെടാം, അങ്ങനെ ഓരോ ഉണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കേസ് അതുപോലെ തന്നെയാണ്. പല പല നെറ്റ്വർക്ക്സ്, ഓരോ നെറ്റ്വർക്ക്സ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മള് എന്നായിരിക്കും, നിങ്ങൾ പല സ്ഥലത്തിരിക്കുന്നു, അപ്പൊ ഓരോരുത്തർക്കും ഇപ്പൊ നമ്മുടെ ക്ലാസ് കിട്ടാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ബ്രെയിനിന്റെ ഒരു പ്രശ്നം, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻസ് ഗ്യാപ്പ് വരാന്നുള്ളതാണ്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇത് കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്തായിരിക്കും നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പം എനിക്കത് വീണ്ടും അത് അത്രയും പറഞ്ഞു ഇതിനകത്ത് കണ്ടോ ഡേറ്റാസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ന്യൂറൽ നെറ്റ്വർക്കിന്റെ
എന്തായിരിക്കും അതിന്റെ ഹിഡൻ ആയിട്ടുള്ള ലേയേഴ്സ് നമ്മൾ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാത്തിനകത്ത് ഒരു ഔട്ട്പുട്ട് ലെയറിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും അതിന്റെ മൾട്ടി ലെയർ അവിടെ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് വെയിറ്റ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയായിരിക്കും ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതിന്റെ പല ഡിഫറെന്റ് വെയിറ്റ് വെച്ച്, അതായത് 4 ഉണ്ട്, അതിനകത്ത് 3 ഉണ്ട്, അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ എങ്ങനെയായിരിക്കും കാണിച്ചിരിക്കുന്നത് എന്നുള്ളതോടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കാരണം നമ്മളത്തെ അത് പറഞ്ഞ സംഭവം തന്നെയാണ് റിപ്പീറ്റ് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അത് തന്നെ നിങ്ങൾ ആ ചാപ്റ്റർ ആ ചാപ്റ്റർ ജസ്റ്റ് മാത്രം മതി. അത് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് ഫീഡ് ഫോർവേഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് മൾട്ടി ക്ലാസിഫിക്കേഷൻസ്. ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ സംഭവം മനസ്സിലാവും. പിന്നെ ഡീറ്റെയിലിംഗ് ഞാൻ വീണ്ടും കൃതിക സോറി കേട്ടോ, ഇതെന്താ ഡീപ് ലേണിംഗ് എന്താണെന്ന് ചോദിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേനും അതേ അവിടെ നെറ്റ് കട്ടായി. ഓക്കെ, അല്ല നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ച അതേ സംഭവം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല മൾട്ടി ലെയർ, കാരണം നിങ്ങൾ ഈ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ വെച്ച് തന്നെ നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്ത് കാണിക്കുക. ന്യൂറൽ നെറ്റ്വർക്ക്സിന്റെ കേസിൽ അതിനകത്ത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പല പല പിക്ചേഴ്സ് നിൽക്കുന്നു. പിന്നെ കണ്ടോ
സിഗ്മോയിഡ് ന്യൂറോൺസ് ഇന്ന് നമ്മൾ പഠിച്ചത് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതും വീണ്ടും പറഞ്ഞു പോകുന്നില്ല. സിഗ്മോയിഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും നമ്മൾ പറഞ്ഞു പോകുന്നില്ല. ഒരു കെയർവായിട്ടായിരിക്കും വരുന്നത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ന്യൂറൽ നെറ്റ്വർക്ക്സ് പിക്സൽ വാല്യൂസ് പറഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്തത് ബൈ പ്രൊപ്പഗേഷൻ അൽഗോരിതംസും അതും ഇന്നലെ നമ്മൾ പഠിച്ചതിൻ്റെ അകത്താണ് വരുന്നതിനാണ്. ബൈ പ്രൊപ്പഗേഷൻ അൽഗോരിതംസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു എറർ മെട്രിക്സിന്റെ ഒരു കേസ് പറഞ്ഞായിരുന്നു. അതായത് കാൽക്കുലേറ്റ് ദ എറർ മിനിമം ആണെങ്കിൽ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതായത് എന്തായിരിക്കും ഒരു ട്രെയിനിങ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് സ്റ്റെപ്സ് പറയാൻ ബൈ പ്രൊപ്പഗേഷൻ മോഡൽസിനകത്ത് വരുന്നതിന്റെ ഒരു അതും പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ജസ്റ്റ് നോക്കുക. ഇനി ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്സ് ഫോർ എ ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻസ് അതും നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചത്. ഡീപ്പ് ലേണിംഗ് വേഴ്സസ് മെഷീൻ ലേണിംഗ്. എന്താണ് മെഷീൻ ലേണിംഗ്, എന്താണ് ഡീപ്പ് ലേണിംഗ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ AI techniques available for processing big data in a machine learning. For example, if a digital payments company wants to find out the occurrence of fraud in their system, such a company might use a machine learning tools. To use the algorithm built on the machine learning technique will process all transactions on the digital transaction, trying to find out the patterns and mention the detection of anomalies by the patterns. ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ലേണിംഗ് ചെയ്യേണ്ട സബ്സെറ്റ്, അതായത് ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം മെഷീൻ ലേണിംഗിനകത്ത് എല്ലാം ഉണ്ട്. അതിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് പറയാം. യൂസ് എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് എ ന്യൂറൽ നെറ്റ്വർക്ക്സ് മോഡൽ ഓഫ് എ ഫോർവേഡ് ദ സെയിം പ്രോസസ് ഓഫ് ദ മെഷീൻ ലേണിംഗ്. അതായത് മെഷീൻ ലേണിംഗിന്റെ തന്നെയാണ്, പക്ഷെ അതിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ന്യൂറൽ നെറ്റ്വർക്ക്സ് ലൈക്സ് എ ഹ്യൂമൻ ബ്രെയിൻ കണക്ട് ലൈക്ക് എ വെബ്. ദ പ്രോഗ്രാം ബിൽറ്റ് ഫോർ എ മെഷീൻ ലേണിംഗ് ലീനിയർലി യൂസ് ഡേറ്റ വൈൽ ഡീപ്പ് ലേണിംഗ് യൂസിങ് എനേബിൾസ് എ നോൺ ലീനിയർ പ്രോസസ് ദ ഡേറ്റ. അപ്പൊ അതാണ് അതിൻ്റെ അകത്തെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് നിൽക്കുന്നത്. ഇനി ഡീപ്പ് ലേണിംഗിന് ഒരു എക്സാമ്പിൾ നിൽക്കുന്നത്. അതായത് എന്തായിരിക്കും ഇതിന്റെ എക്സാമ്പിൾ അതുകൂടെ നിങ്ങൾ ദ ഫ്രോഡ് ഡിറ്റക്ഷൻ സിസ്റ്റം മെൻഷൻഡ് എബോ ദ സോൾവ്ഡ് ത്രൂ ദ ഡീപ്പ് ലേണിംഗ്. അവർ എ മെഷീൻ ലേണിംഗ് സിസ്റ്റം സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് ദ പാരാമീറ്റേഴ്സ് വിച്ച് ആർ ദ ട്രാൻസാക്ഷൻ ഓഫ് ഡോളേഴ്സ് ഓൺ എ അക്കൗണ്ട് ഹോൾഡർ സെൻഡ് ഓർ റിസീവർ. ദ ഡീപ്പ് ലേണിംഗ് മെത്തേഡ്സ് ക്യാൻ യൂസ് ദ സെയിം പാരാമീറ്റർ ബട്ട് ഇറ്റ് വർക്ക്സ് ഓൺ എ neural networks we have mentioned earlier. Each layer of the neural networks take the inputs from the previous layer. For example, the input layer has the parameters like a sender information, data from the social media, a credit score of the customer using IP address and other others passed down the next layer of decision making. അപ്പൊ നമുക്കറിയാം ഇതിനകത്തൊരു ഫ്രോഡിന്റെ ഇതൊക്കെയാണെങ്കിൽ നമ്മളുടെ ട്രാൻസാക്ഷൻ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് ക്രെഡിറ്റ് സ്കോർ എത്രയുണ്ട്, നമ്മൾ ഏതെങ്കിലും ബില്ല് അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് പഠിച്ചു വെച്ച് ഒറ്റയായിട്ടായിരിക്കും നമ്മൾ അതിനെ ചെക്ക് ചെയ്ത് നോക്കുക അത് ഫ്രോഡ് ആണോ ഇല്ലെന്ന്. ഡീപ്പ് ലേണിംഗ് എ പ്രീവിയസ് ടെക്നോളജി ഈസ് യൂസ്ഡ് across all major industries for a various tasks including a decision making. Other example may include a commercial apps for image recognition, apps for a recommendation system, a medical tools for exploring the possibility of a reusing drugs. അപ്പൊ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഡീപ്പ് ലേണിംഗ് ആൻഡ് മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ 12-ാം തീയതി എക്സാം അല്ലേ ഡേറ്റ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ എല്ലാം ഒന്ന് നോക്കി ഒന്ന് വായിച്ചിട്ടേ ക്ലാസ്സിൽ വരാവുള്ളൂ. ചെറിയ ചെറിയ പോയിന്റുകളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ.